ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെറ്റ് സിമുലേറ്റർ റിയൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. ഞാനിത് കുറേ ദിവസമായി കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എൻ്റെ ഒച്ച കിട്ടുന്നില്ല, സോറി. നമുക്ക് മൈക്കില്ല. ഇനി വരുമാനമൊക്കെ യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടിയിട്ട് വേണം മൈക്ക് സെറ്റാക്കാൻ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കൂട്ട് ബസ്സാണ്. എനിക്ക് ഇതുപോലത്തെ കുറേ ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുന്ന ഈ ബസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലേ കൊടുക്കാം. ഇതിനകത്ത് പാസഞ്ചർ ഉണ്ട്, ടൈമർ ഉണ്ട്, മൾട്ടിപ്ലെയറും ഉണ്ട്. അപ്പം നമ്മൾ ഫ്രീ ഡ്രൈവ് ആണ് കൊടുക്കുന്നത്. നമുക്ക് പുതിയ മാപ്പിലോട്ട് പോവാം. പുതിയ മാപ്പ് നമുക്ക് വെച്ചോ. പഴയ മാപ്പിൽ ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. വലിയ വലിയ വാചകങ്ങൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ജോലിയിലായതിനാൽ മെസ്സേജിന് റിപ്ലൈ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ കീബോർഡിൽ വോയിസ് ടൈപ്പിംഗ് സപ്പോർട്ട് ഉണ്ട്. വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കും. സോറി, ആഡ് വന്നുകൊണ്ട് കേട്ടില്ല. ആഡ് കഴിഞ്ഞു 100. അതെ, നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തി. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡോർ മാത്രമേ വരയ്ക്കുള്ളൂ, ബൈക്കിലത്തെ ഡോർ തീയ വണ്ടി അങ്ങ് സ്റ്റാർട്ടാക്കിയാലോ. പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയില്ല, ഈ LED എന്ന് പറഞ്ഞ സാധനം, ഈ ലൈറ്റ് എത്തിക്കും. LED അല്ല, LED ഇട്ട കണ്ടോ നിങ്ങൾ, പക്ഷെ ഫുള്ളും മിന്നും. നമ്മൾ ഇന്ന് ഓടിക്കുന്നത് ഇങ്ങനെയിട്ടാണ് പോകാം. എൻ്റെ ആ ടയറിൻ്റെ നോക്കിയേ. അപ്പോൾ നമുക്ക് പതിയെ പോകാം. അത് 3 ഓൺസ് ആണ് വരുന്നത്. കാണിച്ചു തരാം. ഒന്ന്, ഇത് കുറച്ച് ഹാർഡാണ്. JBL എങ്ങാനും ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഗെയിം ഒന്ന് കളിച്ച് ഈ പാട്ടൊന്നിട്ടോ. 2 ഇൻഡിക്കേറ്റർ വന്നു. ഇതിനകത്ത് നമുക്ക് ഡബിൾ ഇൻഡിക്കേറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് പതിയെ ബസ് അങ്ങ് എടുത്തേക്കാം. ഉണ്ട്, ഇത് ഒരു ഡോർ മാത്രമേ ഓപ്പൺ ആവുള്ളൂ, മറ്റേ ഡോർ അടയും. സോറി ഞാൻ 100 പ്രാവശ്യം സോറി പറയുന്നില്ല. പറയണ്ട വന്നാൽ പറയും. അപ്പോൾ നമുക്ക് പതിയെ വണ്ടി എടുക്കാം. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഒരു കാര്യം, ഈ വണ്ടി പോകുന്നോടത്തെ പുറകിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല, അവിടെ ഇന്ത്യ മാർക്ക് കാണും. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇത് ചാടുന്നതാണ്. ഞാൻ എൻ്റെ ഇത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേ ഇതിനകത്ത് സസ്പെൻഷനൊക്കെ കൂട്ടാൻ പറ്റും. അത് ഇതുവരെ ആർക്കും ഇല്ല, വലിയവർക്ക് പോലും അറിയില്ല. ഇത് സസ്പെൻഷൻ കൂട്ടണമെങ്കിൽ കുറച്ച് പരിപാടിയുണ്ട്. എയർ സസ്പെൻഷൻ എന്നും പറഞ്ഞ് ഗൂഗിളെ സിമുലേറ്റർ റിയൽ എയർ സസ്പെൻഷൻ എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിടും. ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകണ്ട. ഇത് ബസ്സിൻ്റെ ആക്കാം. കുറച്ച് സ്പീഡിൽ പോകാം. ഇനി നമുക്ക് കുറച്ച് വളച്ചെടുക്കാം. ഒരു ദിവസം വളച്ചെടുത്താണത്. ഇത് കൂട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് ഇങ്ങനെ പോയി അങ്ങ് ഇടിച്ചു. പോസ്റ്റ് അല്ല, ഒരു വീട്. സോറി, പറയുന്നത് ആരിപ്പോയെന്ന്. കുറച്ച് സ്പീഡിൽ പറഞ്ഞാലോ. ബൈസ് പോട്ടെ. സോറി ഗൈസ്. ഉണ്ടോ, ഈ സീനാണല്ലേ ഇത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഇനി നമുക്ക് കുറച്ച് ഓഫ് റോഡിൽ കൂടെ പോവാം. നമുക്ക് റോഡിൽ കൂടെ പോയി ശീലമില്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ഗെയിമിംഗ് ചാനൽ കുറേ വരും. ഇതിൽ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ ഉണ്ട്, അതിൻ്റെ ഗെയിമും വരും. നമ്മൾ ഈ ഓഫ് റോഡിൽ കയറ്റി കൊടുക്കും. പെട്രോൾ ഇല്ല അല്ല, ഇന്ന് കുറേ പോകാനില്ലല്ലോ, ചെറിയ വീഡിയോ അല്ലേ, നമുക്ക് പോകാം. ചേട്ടനൊക്കെ ഓർക്കുന്നുണ്ടാവും എന്തിനാ ഇങ്ങനെ വന്നത്. അപ്പോൾ അതേ ആളെ കയറ്റാനുള്ള സൂചന കാണിക്കുന്നുണ്ട്. പതിയെ ബ്രേക്ക് ഔട്ട് ഇട്ടിട്ട് ഇച്ചിരി ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് വിട്ടാൽ മതി. ബ്രേക്ക് ഓപ്പൺ. ഇവർ നടക്കുന്ന സ്റ്റൈല് കണ്ടോണേ. ഉണ്ടോ, 2 കാലും ചെരിച്ച് കിടക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടയ്ക്കാനൊന്നും പറ്റിയല്ല. ഇടയ്ക്ക് അടച്ചാൽ കയറിയായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കാണ്, ആൾ കയറി കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് സ്പീഡിൽ പോയേക്കാം. ഒരു വീട് പണിയുന്നു.
അയ്യോ അയ്യോ അയ്യോ, ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ ശരിയാവുള്ളൂ. മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഓപ്പൺ ആവുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ പോലെ അങ്ങനെയല്ലേ ഇത്. ഇത് എങ്ങനെയാ ശരിക്കും? നിങ്ങൾ ബസ് സിമുലേറ്റർ കേരള കളിച്ചിട്ടുണ്ടോ പറഞ്ഞേ? ബസ് സിമുലേറ്റർ കേരള ഒക്കെ അത്യാവശ്യം നല്ല ഗെയിമാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ മോഡൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ബസ് സിമുലേറ്റർ റിയൽ ആർക്കും ഇഷ്ടപ്പെടാത്തത്. ഇവിടെ ആളെ കയറ്റിട്ട് തന്നെ കാണിക്കാനാ. നമ്മള് ഈ ഇടയ്ക്ക് കയറുന്നോടാ. പിന്നെ ഈ വണ്ടീനെ എല്ലാം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റോപ്പായി നിൽക്കും. അത് എന്ത് സ്പീഡിലാണേലും. നമുക്ക് കുറച്ച് എക്സ്ട്രീമായ വീഡിയോസ് കാണാം. ഇനി നമ്മൾ പറക്കും. ഇനി നമുക്ക് പിടിച്ചേക്കാൻ വയ്യ. ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം, ഇല്ലെങ്കിൽ വേണ്ട. എന്തെങ്കിലും ഞാൻ ചിലപ്പം ഉണ്ടായിരിക്കും, കാരണം എനിക്ക് കുറച്ച് എക്സ്ട്രീമായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൺട്രോളിൽ നിൽക്കില്ല. ഉണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ എനിക്ക് കുറച്ച് പേടിയാണ്. ഉണ്ട് ഒരു ദിവസം ഞാൻ അതിൻ്റെ ഇടയ്ക്കോട്ട് പോയി ഈ മാപ്പ് തന്നെ എടുത്തിട്ട്. 6 മിനിറ്റ് 6 മിനിറ്റ് ഒന്നുമല്ല. ഇപ്പോൾ പറ്റിയാകുമ്പോൾ PC ഒക്കെ മേടിക്കണം. അപ്പം മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നോക്കണേ. ഇല്ലേ എൻ്റെ ഫോണിന് ബാറ്ററി പെട്ടെന്ന് അങ്ങ് തീരുവേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ പതുക്കെ ആക്കിയിരുന്നത്. ആദ്യം എടുക്കാൻ നോക്കി, പിന്നെ 40ൻ്റെ പുറകോട്ട് ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ഓഫ് ആവും. പിന്നെ എപ്പോൾ നോക്കിയാലും ഈ സ്പീക്കർ എപ്പോൾ ഓണാവുന്നോ അപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുത്തിയിടേണ്ട കാര്യമൊന്നുമില്ല. കുറേ നേരം ഉപയോഗിച്ചാണേലും എപ്പോഴും കുത്തിയിട്ട് നമ്മുടെ ചാർജിങ് പോട്ട് പോകും. അതുകൊണ്ട് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ്. നിങ്ങൾ ഈ ഫോണിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടില്ലേ? അത് കുറച്ച് സ്പീഡിൽ പോകാം. ഇവിടെ അമ്പലമൊക്കെ കാണുന്നുണ്ട്. അത് അമ്പലമാണോ? അപ്പം ഞാൻ അയ്യോ അയ്യോ അയ്യോ, അമ്പലമില്ലാന്ന് തോന്നുന്നു. വണ്ടിക്ക് ഞാൻ പെട്രോൾ അറിയുന്ന ആദ്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇതാട്രാ അമ്പലം ട്രായോ. ഇതിൻ്റെ അകത്ത് ഒരു ദിവസം ഞാൻ പോയതാണ്. നിങ്ങളോർക്കും ഇപ്പം എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ടെന്ന്. എല്ലായിടത്തൊന്നും പോയിട്ടില്ല. നീ കാണുന്ന വഴിയൊക്കെ ഇങ്ങനെ പറയും. കള്ളല്ല കേട്ടോ, സത്യം കേട്ടോ. അതല്ല, ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെതായൊരിത്. യോ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. ഞാൻ കുറേ നേരമായില്ലേ സ്പീഡിൽ പോവാന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇതുവരെ സ്പീഡിൽ പോകുന്നില്ല. എന്നാൽ അതങ്ങ് നിറവേറ്റിക്കാം. ഇവിടെ നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ്, ഇത് നമുക്കൊന്ന് മാസ് എൻട്രി അങ്ങ് കണ്ടാലോ? ഒരു മാസ് എൻട്രി ഇങ്ങനെയാക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് നന്നാക്കാൻ കുറച്ച് പാടാ. നന്നാക്കാനല്ല ഇത്. എന്നാ നമുക്ക് അയ്യോ നമ്മുടെ മാസ് എൻട്രി കുറച്ച് ഫ്ലോപ്പ് ആയിപ്പോയി. ഇത് സോറി, ക്ഷമിക്കണം. നമ്മുടെ മാസ് എൻട്രി ഇനി അടുത്ത വരുന്നത്. അപ്പോൾ നമുക്ക് പതിയെ ഒന്ന് റിവേഴ്സ് എടുത്ത് തിരിച്ചിടാം. എങ്ങനെയാ തിരിച്ചിടുന്നത് കാണാം.
ഇത് തിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഇതിനിപ്പം ഇതിനിപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. ഇത് എഡിറ്റ് ചെയ്യണ്ടേ. ഞാൻ വലിയ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഇതിനകത്ത് പുഷ് എന്നും പറഞ്ഞ ഒരു മോഡുണ്ട്. ആ മോഡ് ഓൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം പെട്രോൾ പമ്പിൽ നിർത്തിയേക്കുന്ന അത് അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് എല്ലാവരുടെയും പ്രശ്നം. നമുക്കിപ്പോൾ എടുത്ത അടുത്ത ദിവസം കിട്ടില്ല. അതിന് വേണമെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പതിയെ ഓഫാക്കി, LED ഓഫാക്കി, ലൈറ്റ് ഓഫാക്കി. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, LED ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് ബസ്സിൽ ഇറങ്ങാം. ഉണ്ടോ? ഇനി നമുക്ക് LED ലൈറ്റ് ഓഫാക്കാം. ഇനി നമുക്ക് ബസ് ഓഫാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. നമുക്കിനി നാളെ വരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.